ലാലേട്ടന്റെ പടം കാണാമെന്നോ? ആ, പ്രതീക്ഷയാണ് അല്ലെ ഈ പ്രായത്തിലും ലാലേട്ടന്റെ പടം കാണാൻ? അതെ അതെ, ലാലേട്ടൻ നമ്മുടെ സ്വന്തമാണ്. അന്നും ചെറുപ്പത്തിലും വരുമായിരുന്നു ലാലേട്ടന്റെ പടം കാണാൻ. അതെ അതെ, ലാലേട്ടന്റെ ഫാൻസിലുള്ള. അതെ, മോനുണ്ട്, ഞങ്ങൾ കുടുംബം മൊത്തം. അതെ അതെ, എല്ലാരും എല്ലാരും. തലമുറകളായിട്ട്. അതെ 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 അതെ, പടത്തിന് പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് നമ്മള് ബാച്ചിലർ ആയിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ വരും. ഇപ്പൊ ഫാമിലി ആയപ്പോഴത്തേക്ക് അവരും ലാലേട്ടൻ ഫാൻസ് ആണ്. ഞങ്ങളെ ഫാമിലി കംപ്ലീറ്റ് ഒരു ലാലേട്ടൻ ആരാധന. അതങ്ങനെ തന്നെ ആണല്ലോ. അതൊരു എന്താ പറയാ, അതൊരു വികാരമല്ലേ ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എന്താ പറയാ, വലിയ പടം ചെറിയ പടം എന്നുള്ളതല്ല. ലാലേട്ടന്റെ പടം ലാലേട്ടനെ സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാധാരണക്കാരനല്ല, ലാലേട്ടൻ എന്ന് പറയുന്ന അഭിനേതാവിനെ കാണാം. ലാലേട്ടന്റെ കഴിവുകളാണ്. അത് സാധാരണക്കാരനാവാം, വലിയവനാവാം, തോക്കെടുക്കാം, താക്കോലെടുക്കാം, എന്തുമെടുക്കാം. പക്ഷെ അത് ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് കാണാനായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അത് നമുക്ക് അത് കാണുമ്പോഴത്തേക്ക് എന്താ ഒരു ഈ പറയത്തില്ലേ, ഇങ്ങനെ പണം റിലീസാകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ചങ്കിടിപ്പാ. അത് അദ്ദേഹത്തോടൊപ്പം ആരാധനയാണ്. അത് ഭയങ്കര ഒരു എന്താ പറയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നന്നാവട്ടെ. കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല കഥകളുള്ള പടങ്ങളൊന്നും ഇറങ്ങുന്നില്ല. ഇപ്പൊ തരൺമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നതൊരു നല്ലൊരു കഥയുള്ളൊരു പടമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നല്ലൊരു പടം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ട് എല്ലാവർക്കും കൂടെ ചേർന്നിരുന്ന് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പടം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വന്നേക്കുന്നത്. നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ആവട്ടെ. എല്ലാവിധ ആശംസകളും. പടം കഴിഞ്ഞിട്ട് കാണാം. കേട്ടില്ല, ഹ്യൂജ് എക്സ്പെക്ടേഷൻ തന്നെയാണ്. ഡ്രാമ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് ലാൽ സാറിന്റെ വലിയ വലിയ പെർഫോമൻസ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പഴയ തമാശകളാണെങ്കിലും ഒരു അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ പെർഫോമൻസുകളുണ്ടല്ലോ. അതെന്തായാലും ഈ പടത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറെ ട്രോളുകളുണ്ടല്ലോ, ലാലേട്ടൻ ഷേവ് ചെയ്യുന്നില്ല, ഇതാണ് അല്ലെ, പഴയതുപോലെ വരുന്നില്ല, ഓടിയതിനു ശേഷം അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെ ആ എക്സ്പ്രഷനുകൾ വരുന്നില്ല. ഇതെന്തായാലും അത്തരം ട്രോളുകാർക്കാണെങ്കിലും അത്തരം ഹേറ്റേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഉള്ള ഒരു സിനിമ ആയിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ഹ്യൂജ് ആയിരിക്കും. എന്തായാലും വെക്കേഷൻ എന്തായാലും നോക്കിയിരിക്കും. പ്രൊമോ സോങ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കാണില്ല എന്ന് തന്നെ പറയുന്നത്. അതേ ഉള്ള ഒരു ഡിസപ്പോയിന്റ് ആയിട്ടുള്ളത്. ടൈറ്റിൽ കാർഡ് കാണില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും. എക്സ്പെക്ട് ചെയ്തായിരുന്നു. ആ ഷൂട്ട് ഔട്ടിന്റെ ഫോട്ടോ കണ്ടോട്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഓക്കെ, അല്ലേലും കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ ഉണ്ടല്ലോ ധാരാളം. അത് കൊള്ളായിരുന്നു, എന്തായാലും കാണുകയാണെങ്കിൽ കൊള്ളായിരുന്നു. ഭയങ്കര പ്രതീക്ഷയുണ്ട്. പിന്നെ താങ്കൾ പിടിക്കുക, എന്തായാലും പടം എന്തായാലും ഷുവർ അല്ലേ? എന്തു പടത്തെ പറ്റി എക്സ്പെക്ടേഷൻ ആണോ? പടത്തെ പറ്റി ലാലേട്ടൻ ശോഭന കോംബോ തിരിച്ചു വരും എന്ന് വെച്ചാൽ പണ്ടത്തെക്കാട്ടിലും കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് പുതിയ ഈ ജനറേഷനിൽ എങ്ങനെയാണ് പടം ചെയ്തേക്കുന്നത് ആ രീതിയിൽ കൊണ്ടുവരുമെന്നാണ് പ്രതികരണം. തരുൺമൂർത്തിയിൽ വിശ്വാസമുണ്ട്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക്, ഈ 2 പടം ഫേവറേറ്റ് ആണ്. ഈ പടവും നിരാശപ്പെടുത്തത്തില്ല. പിന്നെ പുള്ളി ഇന്റർവ്യൂകൾ വന്നിരുന്നത് ബൂസ്റ്റപ്പുകളൊന്നും ചെയ്യുന്നില്ല പടത്തെ പറ്റി. അപ്പൊ അതൊരു പ്രതീക്ഷയാണ്. ഓവർ തള്ളം പുള്ളി മാധ്യമങ്ങളിൽ വന്നിട്ട് ചെയ്യുന്നില്ല. പിന്നെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പം കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയന്റഡ് ഫിലിമായിട്ട് തോന്നി. അപ്പം അതും ഒരു പ്രതീക്ഷയാണ്. പിന്നെ ഇപ്പം ഈ വർഷം നല്ലൊരു തുടക്കമായിട്ടാണ് എമ്പുരാൻ വന്നത്. അപ്പം ഈ പടവും നല്ല സിനിമയാവും എന്നുള്ള ഒരു പ്രതീക്ഷയില് അതാ പറഞ്ഞത്. കുറച്ച് കൈ നിട്ടിട്ടുള്ള സാധനങ്ങൾ പഴയത് ഇപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തരുൺമൂർത്തി ഉപയോഗിച്ചിട്ടുണ്ട്. അത് പടത്തിന്റെ റിസൾട്ടിൽ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പടത്തിൽ എന്തൊക്കെയോ ഹിഡനായിട്ടുണ്ട്. ദൃശ്യം മോഡലൊന്നും ഇല്ല, പക്ഷെ പടത്തിൽ ഫാമിലി കാണിച്ചിട്ട് ചിലപ്പം തരുൺമൂർത്തി മറച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ നമുക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കും. അതാണ് അറിഞ്ഞത്.
പ്രൊമോസ് ഒന്നും expect ചെയ്യുന്നുണ്ടോ? അതിപ്പോ ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ലാലേട്ടൻ വന്ന് ചെയ്തത്. അപ്പൊ അതിനകത്ത് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ പാട്ട് ചിലപ്പോ MG ശ്രീകുമാർ പാടിയതാണ്. അത് ഭയങ്കര അടിച്ചുപൊളി പാടായിരിക്കും. പടത്തിൽ കാണാൻ ചാൻസ് കുറവാണ്. ചിലപ്പോ ടൈലന്റിൽ കാണാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയുണ്ട്? തകർത്താ? ഇടിയൊക്കെ അടിപൊളി. പിന്നെ തീയിടി തൂക്കി ആലപ്പുഴ ഇംഖാനേ ഉള്ളൂ. വിഷുവിന് ഇനി പാട്ട് മേടിക്കണ്ട. പടം വേണ്ട. ഇംഖാന മതി. പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. ഇടിയാണ്. ഇടിയൊക്കെ അടിപൊളി. തല്ലുമാല വൈബ് വേണം. തല്ലുവാലല്ല, ഇത് വേറൊരു വൈബ്. ഒരു രക്ഷയില്ല. അടിപൊളി. ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ അടിപൊളി. റിവെഞ്ച് എല്ലാം പറഞ്ഞാൽ പറ്റുമോ? കേൾക്കാണ്ട് റിവെഞ്ച് ഒക്കെ അടിപൊളി. സൂപ്പർ കിടിലോ? എങ്ങനെയുണ്ട് ബ്രോ? നൈസ് പടമായിരുന്നു. എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി. വിഷയം എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി. തകർത്ത്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഓ സൂപ്പർ. ഇടിയുടെ പൂരം ലാസ്റ്റ് കണ്ടോ? കിണ്ണം തകർത്ത്. ഒരു വിഷയമില്ല. ഇടിയോടിടി. ഇടിയോടിടി. എന്റെ പൊന്നെ.